ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും. നമ്മളിത് എന്ന് ചെയ്ത് തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്നാണോ ഈ ഒരു കാര്യത്തിലേക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാൻ തുടങ്ങുന്നത്, അന്ന് തൊട്ട് നമ്മുടെ ലൈഫ് മാറി എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് ചില മെസ്സേജുകളിൽ പറയാറുണ്ട്, പാസ്റ്റ് ലൈഫ് നിന്ന് ഒട്ടും മാറാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് മുറിവുകൾ തന്ന ആളുകളുടെ കൂടെ തന്നെയാണ് നമ്മളിപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ അവരോട് എത്ര പറഞ്ഞു നോക്കിയിട്ടും അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച് തുടങ്ങി കഴിയുമ്പം നമ്മളോട് ഒത്തിരി ദ്രോഹങ്ങൾ ചെയ്ത ആളുകളായിരിക്കും. പക്ഷേ അവർ പറയുന്നത് ഇതൊക്കെ അനുഭവിച്ചാണ് നമ്മളുമായിരിക്കും. ആ സമയത്ത് നമുക്കൊന്നും സംസാരിക്കാനോ ഒന്നിനും ഉള്ള കഴിവ് പോലും ഉണ്ടായിരുന്നിരിക്കില്ല. അതൊക്കെ സഹിച്ചു. എന്നിട്ടും നമ്മളെയാണ് അവർ കുറ്റം പറയുന്നത്. എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ മാനസികാവസ്ഥ ഇതാണ്, ഇപ്പോഴും എനിക്കതിൽ നിന്നും റിക്കവർ ആകാൻ പറ്റുന്നില്ല എന്നുള്ളത് കരഞ്ഞു പറഞ്ഞാൽ പോലും അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അവരോട് ഒത്തിരി ഇഷ്ടവുമാണ്? ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നിങ്ങളെ ഇത്രയധികം ദ്രോഹിച്ച ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇത്രയും അനുഭവിച്ചു, അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് അവർക്ക് ശരിക്കും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സ്നേഹം ഒട്ടും ഇല്ല എന്നല്ല, ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ എത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കത്തില്ല. അവരെ എത്ര പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പോയിട്ടുണ്ടെങ്കിലും അവരത് മനസ്സിലാക്കത്തുമില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അതുണ്ടാവും, പക്ഷെ അതൊരിക്കലും അത് പുറത്ത് കാണിക്കില്ല. ഇങ്ങനെ ഈ ഒരു ആർഗ്യുമെൻറ്റിൽ പോകും ലൈഫ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വിഷമങ്ങൾ, ഇപ്പം ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഒട്ടും മനസ്സിലായി. ഞാൻ ഇത്രയൊക്കെ നമ്മൾ അനുഭവിച്ചു, ഇത്രയൊക്കെ ഫേസ് ചെയ്തു, എന്നിട്ടും ഇവരെന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയട്ടെ, നമ്മൾ പാസ്റ്റ് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും, ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മാസത്തെ മുന്നേ ഉള്ള കാര്യമാകാം കേട്ടോ, കഴിഞ്ഞു പോയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ അത് ഇന്നലത്തെ കാര്യം വരെ ആയിക്കോട്ടെ. ഓക്കെ, ആ ഒരു ഇന്നലത്തെ കാര്യം പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ 1 മാസത്തെ, അല്ലെങ്കിൽ 1, 2, 3 വർഷത്തെ മുന്നത്തെ കൊല്ലം തൊട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളെ ഒരുപാട് മാറ്റിയെടുക്കും. നമുക്ക് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ പാസ്റ്റ് നമുക്കുണ്ടായ പ്രശ്നങ്ങളാണ്. കേട്ടില്ലേ, കൊച്ചുകുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലുണ്ടാകുന്ന ഓരോ മോശം അനുഭവങ്ങൾ വലുതാകുമ്പോൾ പോലും അവരെ വിട്ടുമാറുന്നില്ല. അവരുടെ ക്യാരക്ടറിൽ ആ ഒരു കാര്യങ്ങൾ പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ചിലവർ അക്രമാസക്തരാകുന്നു, പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പാസ്റ്റ് ലൈഫിലുള്ള എക്സ്പീരിയൻസസ് ആണ്. അപ്പം ചിലവർ, ഇപ്പോൾ എനിക്ക് പല സിറ്റുവേഷൻസും വിഷമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറയും, എനിക്കന്ന് സംഭവിച്ചു, അങ്ങനെ അവരെന്നോട് അങ്ങനെ ചെയ്തു. അപ്പോൾ ചോദിക്കുന്നതാണ്, ഇത് കഴിഞ്ഞ കാര്യമല്ലേ, അത് വിട്ട് കളയത്തില്ലേ? കഴിഞ്ഞ കാര്യം പറയുന്നത് എന്തിനാ ഇങ്ങനെ പറയും. പക്ഷേ ബോധമുള്ളവർക്ക് മനസ്സിലാവും, കഴിഞ്ഞ കാര്യം നമ്മളെ അത്രയധികം മോശം അവസ്ഥയിൽ എത്തിച്ചു, അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ കാര്യം നമ്മളെ ഇല്ലാതാക്കി. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പോവാത്തത്. അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഒരുപാടാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം അത്രയും മുറിവോടുകൂടി മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വിചാരിച്ചാലും ഈ ചില ആളുകളുണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിലും പറയും, നമുക്ക് ചില ആൾക്കാരെ വിട്ട് കളയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ് അവർ. അപ്പോൾ നമുക്കത് വിട്ട് കളയാൻ പറ്റത്തില്ലെന്ന് അറിയാം. ഒരു കാര്യം ചെയ്യുക, അവരൊരു അകലത്തിലങ്ങ് നിർത്തിയിരിക്കുക. എന്തായാലും നമുക്കവരെ വിട്ട് കളയാൻ പറ്റത്തില്ല, നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അവരെ നമ്മുടെ ഒരു ലൈഫിൽ ഒരു ഗ്യാപ്പ് ഇട്ടങ്ങ് നിർത്തിയേക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഓക്കെ ആക്കുക എന്നുള്ളതാണ്. അതായത് അവരോട് സംസാരിക്കാതിരുന്നാൽ പറ്റില്ല, അവരെ വിളിക്കണം, എനിക്ക് അവരെ കാണണം, അവർ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എത്രയൊക്കെ ട്രോമകൾ അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ചില വ്യക്തികളുണ്ട്, അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവില്ല. അതായത് അവരിൽ നിന്ന് ഒരുപാട് ട്രോമകൾ, ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും അവരിലൊരു അഡിക്ഷൻ പോലെ, എന്ന് വെച്ചാൽ വിട്ടു പോകാൻ പറ്റാത്തൊരു അഡിക്ഷൻ പോലെ വളർന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു അഡിക്ഷനെ പതുക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പോൾ ആ അഡിക്ഷനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുറേ നാളായിട്ട് പോകുന്നൊരു അറ്റാച്ച്മെൻ്റ് ആണല്ലേ. ആ അറ്റാച്ച്മെൻറ്റിൽ ഒരുപാട് വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ പെട്ടെന്ന് ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ പതുക്കെ അങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതിന് ഞാൻ പറയുന്നത് പോലെ ഫസ്റ്റ് നമ്മളെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആകുന്നതാണ്. നമുക്ക് ഇവരെ ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല, ഒരാരെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമ്മളിനി എത്ര കരഞ്ഞ് പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടിയാലും അവർ ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്നില്ല. ചിലപ്പോൾ മനസ്സിലായാലും മനസ്സിലാകാത്തത് പോലെ ഇരിക്കുമോ, ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പുറകെ പാമ്പർ ചെയ്ത് നടക്കേണ്ടി വരും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. സോ ഇതിലെന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചേഞ്ച് ആക്കി തുടങ്ങുക. അത് ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നാണ് എൻ്റെ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് നിങ്ങളെ ചേഞ്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതൊക്കെ ഈ ഒരു എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് പോയി ഇങ്ങനെ പുറകെ നടന്ന് പറയുന്ന ഒരു പറച്ചിലുണ്ടല്ലോ, അത് പതുക്കെ നിർത്തുക. മനസ്സിലാക്കുക, നിങ്ങൾ അവരെ ഇത്രയും കെയർ ചെയ്തിട്ടും നിങ്ങൾ അവർക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ അവർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ഇനിയും ഇവർക്ക് വേണ്ടി ഇങ്ങനെ നിലകൊള്ളേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അയാൾ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര പാവമാണല്ലേ, എന്തോരം കാര്യങ്ങൾ അനുഭവിച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം നമ്മളുടെ മെൻ്റൽ സിറ്റുവേഷൻ തന്നെ മാറി. ശരിക്കും നമ്മുടെ ക്യാരക്ടർ അന്നുള്ള ഒരു ക്യാരക്ടറേ അല്ല ഇപ്പോൾ, അല്ലേ? ശരിക്കും മാറി. അന്നുള്ള ചിലവരാലോചിക്കുമോ അന്ന് ഞാൻ എന്ത് പാവമായിരുന്നു, അല്ലെങ്കിൽ അന്ന് എന്ത് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് വന്നിട്ടുണ്ട്, പക്ഷേ എവിടെയൊക്കെ ഒരു ധൈര്യവും വന്നിട്ടുണ്ട്, അല്ലേ? ആ ഒരു ധൈര്യത്തെ കുറച്ചുകൂടി മേക്കപ്പ് ചെയ്ത് പുറത്തോട്ടെടുക്കുക, അറ്റാച്ച്മെൻറ്റ്സ് കുറയ്ക്കുക. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കേണ്ടത് നമ്മളോട് തന്നെയാണെന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ ഒരാളോടും ഓടി നടന്ന് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരാണെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ ആ ഒരു സമയത്ത് സ്നേഹം കാണിക്കും, ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ചതി ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ പറഞ്ഞ വിഷമങ്ങളൊക്കെ നമുക്കെതിരെയുള്ളൊരു ആയുധമായിട്ടായിരിക്കും അവർ പ്രയോഗിക്കുന്നത്. സോ ഇത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുക, എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എന്നെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് ഞാൻ പഠിക്കുന്നോ, എൻ്റെ ഇമോഷൻസിനെ ഞാൻ എന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നോ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ആവും. അങ്ങനെ വിചാരിക്കുക, അതാണ് സത്യം. ഓക്കെ, നമ്മളുടെ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ മെഡിറ്റേഷനിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ ഒരു സെൽഫ് റിയലൈസേഷൻ ശരിക്കും അനുഭവിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരും. ശരിക്കും സെൽഫ് റിയലൈസേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സെൽഫ് റിയലൈസേഷൻ നമ്മളുടെ എല്ലാ പോസിറ്റീവ്സും നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കഴിവുകളും അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. പലരാലും അടിച്ചമർത്തപ്പെട്ട് അതവിടെ ഇങ്ങനെ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. നമ്മളതിനെ പതുക്കെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് ഈ ഒരു മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്നത്. ചിലവർ പറയാറുണ്ട്, സ്ത്രീകളാണ് ഇത് കൂടുതൽ അനുഭവിക്കുന്നത് കേട്ടോ. അതായത് വീട്ടിലെ ഹസ്ബൻഡിൻ്റെ പല മോശം സ്വഭാവങ്ങൾ, അതായത് പുറമേ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായിരിക്കും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, എല്ലാവരോടും നന്നായിട്ട് പെരുമാറും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, നല്ല അഭിപ്രായമാണ്. ഈവൻ ഈ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും അംഗീകരിക്കില്ല. നിനക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തരുന്നുണ്ടല്ലോ, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടന്നു തരുന്നുണ്ടല്ലോ, ഞങ്ങളോടൊക്കെ എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത്, അവർ വിളിക്കുമ്പോഴൊക്കെ എത്ര സ്നേഹമായിട്ടാണ് മരുമകൻ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയും നമ്മളോട്. അപ്പം ഈ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ടത് അവരോട് സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ട്, അതല്ല മകളോട് സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ്. പുറമേയുള്ള വ്യക്തികൾക്ക് അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല വീട്ടിലുള്ള ഇയാളുടെ സ്വഭാവം. ഈ ഒരു സ്വഭാവമായിരിക്കില്ല അയാളുടെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഏറ്റവും മോശം സ്വഭാവങ്ങൾ ഇയാൾ എപ്പോഴും കാണിക്കുന്ന ഈ ഒരു ഭാര്യയോടാണ്. ഇത് ഒരാൾ കൗൺസിലിംഗ് സെഷനിലൊരാൾ വന്നതാണ് കേട്ടോ. ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവം, അതും ഭാര്യയെ ഒരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് സംസാരിക്കുന്നത് വളരെ സെക്ഷലായിട്ടുള്ള മോശം രീതിയിലാണ്. അതായത് അത്രയും വൃത്തിയായിട്ട രീതിയിലുള്ള ഭാഷ മാത്രമേ വായിൽ നിന്ന് വരുള്ളൂ. ഇത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അവളുടെ മാനസികാവസ്ഥ ഡെയിലി മോശമായിക്കൊണ്ടിരിക്കും. ഒരു മെൻ്റലി അവളുടെ ഒരു മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അവൾക്ക് കുഞ്ഞുണ്ട്, പ്രഗ്നൻസി ഉണ്ട്. അപ്പം അവളുടെ ഒരു സിറ്റുവേഷൻ പ്രഗ്നൻ്റ് ആണെന്നോ ഇതൊന്നും നോക്കാതെ
ഒരു അവളുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനും ഒരു വിലയും കൊടുക്കാതെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊന്നും പുറത്ത് ഒരാൾക്കും അറിയത്തില്ല, ആരോടും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ചില പോയിന്റിൽ അവൾക്ക് മനസ്സിലാവും ഇത് ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഒന്ന് റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ അവൾ പതുക്കെ സൈലൻ്റ് ആവും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സ്ത്രീകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ, അങ്ങനെയുള്ള അടച്ച് ഇരിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഇങ്ങനെ അടച്ചിരുന്ന അവസാനം ഒരു ദിവസം പൊട്ടിത്തെറിക്കും. അവർ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കും. ചിലപ്പോൾ അവിടെ മക്കളോടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരോടായിരിക്കും. അപ്പോൾ അവളെ എല്ലാവരും ബ്ലെയിം ചെയ്യുള്ളൂ. അതുകൊണ്ട് അവളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇങ്ങനെ ദേഷ്യമാണ്, എന്തൊരു സ്വഭാവമാണെന്നുള്ളത്. അപ്പോൾ ഈ ഹസ്ബൻഡ് ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. കാരണം അയാൾ അപ്പോഴും പുറത്തുള്ള എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറും. ഇയാളുടെ സ്വഭാവം ഈ ഭാര്യയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതൊക്കെയാണ് ഓരോ വ്യക്തിത്വ വൈകല്യങ്ങൾ കാരണം ഓരോ സ്ത്രീകളുടെയും ജീവിതം പോകുന്ന രീതിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ആയേ പറ്റുള്ളൂ. നമുക്ക് ജീവിക്കണം. എളുപ്പമാണ് പോയി സൂയിസൈഡ് ചെയ്യാൻ, വളരെ ഈസിയാണ് സൂയിസൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ അതിൻ്റെ കുറച്ച് ധൈര്യം മാത്രം മതി മുന്നോട്ട് ജീവിക്കാൻ. അപ്പം എല്ലാവരും സർവൈവലിനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമായിരിക്കും എപ്പോഴല്ലേ, നമുക്ക് ഏണിങ്സ് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റും. ആ ഒരു ബിലീഫ് സിസ്റ്റം അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് എല്ലാവർക്കും, ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള ഓരോ വഴി ദൈവം ഓൾറെഡി കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളത് റിയലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രശ്നങ്ങളും ടെൻഷൻസും അതും ഇതും കാരണം നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് പോലും അറിയില്ല നമ്മളുടെ കഴിവുകൾ എന്താണെന്നുള്ളത്. സോ നമ്മൾ ആദ്യം നമ്മളെ ഒരു സെൽഫ് റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് ഈ ഒരു മെഡിറ്റേഷനിൽ കണ്ടിന്യൂസ്ലി ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെളുപ്പാൻ കാലത്ത് ഒന്ന് നടക്കുക, വൈകുന്നേരവും നടക്കാൻ പോവുക. ഈ ഒരു സൂര്യാസ്തമന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് കഴിവതും ചെരുപ്പ് ഊരിയിട്ടിട്ട് മണ്ണിൽ കൂടി ആ മണ്ണ് നമ്മുടെ കാലിൽ പതിയണം. ആ ഒരു രീതിയിൽ ഒന്ന് നടന്നു നോക്കാം. ഈ പറയുന്ന സമയത്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അറ്റ്ലീസ്റ്റ് താങ്ക് യു യൂണിവേഴ്സ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു സ്മൈല് വേറെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം, അതിപ്പോൾ ഈവനിങ് ആണ് നടക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ 2 നേരം പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒരു നേരമെങ്കിലും നടക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അതിനും സമയമില്ല, വർക്കിംഗ് മോംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ചെങ്കിലും നടക്കാനുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും ഓടിപ്പിടിച്ച് നടക്കാതെ പതുക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നന്മ പതുക്കെ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾക്കും, അന്ന് ചില കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ഒരു കാര്യമെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, തീർച്ചയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചല്ലോ, ആ ഒരു ആഹാരത്തിന് നന്ദി പറയുക. അതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്ക് അന്ന് എഴുതാനൊരു പേന കിട്ടിയെങ്കിൽ ആ പേനയ്ക്ക് നന്ദി പറയുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടുള്ള കാരണങ്ങൾ ഇങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു ഫാക്റ്റ്. നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം നമ്മളിൽ തന്നെ നമുക്കൊരു മാറ്റം വരും. നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെയൊന്നും മാറ്റാൻ സാധിക്കില്ല, അത് സത്യമാണ് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു നിമിഷം ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് ഇരുന്നാൽ പോലും കുറച്ച് കഴിയും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് എത്രത്തോളം ബോൾഡായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ബോൾഡായിട്ട് എഴുന്നേറ്റ് വന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള ആ ഒരു ബോൾഡ്നെസ്സും ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു മെഡിറ്റേഷൻ്റെ പർപ്പസ് പലതാണ് കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞു വരുമ്പം പറയുന്നതാണ്, ഇതാണ് അങ്ങനെ ഒരു പറയുന്നതാണ്. ഈ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഡൗൺ ആയിട്ട് ഇരുന്ന് പോകേണ്ടതല്ല ഒരിക്കലും ഒരാളുടെയും ലൈഫ്. നമ്മൾ പതുക്കെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. അതുപോലെ സ്ത്രീകൾക്ക് ഒരു വരുമാനം എപ്പോഴും നല്ലതാണ് കേട്ടോ, എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ കൂടെ ചേർത്ത് നിർത്തിയ ആൾക്കാർ പോലും ചിലപ്പോൾ പതുക്കെ നമ്മുടെ പൈസയുടെ പേരിലായിരിക്കും നമ്മളെ തള്ളിക്കളയുന്നത്. എനിക്കങ്ങനെ അനുഭവം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിലും നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഡെലിവറിയോ എൻ്റെ പ്രഗ്നൻസിയോ ഒരാളും നോക്കിയിട്ടില്ല എന്നെ പൈസയുടെ പേരും പറഞ്ഞ് കളിയാക്കിയിരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് പോലും പലരും പലതും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഫീഡിങ് മോമാണെന്നോ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കണമെന്നോ ഒന്നും പലരും നോക്കിയിട്ടില്ല, എല്ലാവരെയും നല്ല ചില ആളുകളെങ്കിലും. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഒരു വരുമാനം കയ്യിലുള്ളത് നല്ലതാണ്, ചെറുതാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അതൊരു ധൈര്യമാണ്, അത് പ്രത്യേക ഒരു കോൺഫിഡൻസ് തരും, പ്രത്യേക ഒരു ധൈര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിയുമ്പം നമ്മുടെ മുന്നിൽ കുറേ സാധ്യതകൾ വരും. മുന്നേ സാധ്യതകളുണ്ട്, പക്ഷെ നമ്മളത് കാണത്തില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. നമ്മൾ ഫുള്ള് പ്രശ്നങ്ങളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിയുന്നില്ല എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, ഏത് തുടങ്ങണം, ഒന്നും അറിയത്തില്ല.
ഒരുപാട് എന്താ കഴിവുകളുള്ള ഇപ്പോൾ എൻ്റെ കാര്യം പറയാൻ ഞാൻ നേരത്തെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു, എഴുതുമായിരുന്നു. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചത്. എനിക്ക് എഴുതാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ലൈഫിൽ എപ്പോഴേക്കും അതൊക്കെ അങ്ങ് നഷ്ടമായി. പിന്നെ അത് വിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രോപ്പർ വേയിലെത്തുമ്പോൾ ആ ഒരു വൈബ്രേഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ പതുക്കെ വരാൻ തുടങ്ങും. അതായത് റിയലൈസ് ചെയ്യാം, നമ്മളെ ആ ഒരു ഡിവൈൻ ടച്ച് കിട്ടിക്കഴിയുമ്പം നമ്മളെ പതുക്കെ റിയലൈസ് ചെയ്ത് നമ്മളിതിനെയൊക്കെ പതുക്കെ പുറത്തെടുക്കും. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടല്ലേ. നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊന്നിലും ഒരു തുടക്കം കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, ഒരു ചെറിയൊരു ടച്ച് കൊടുത്താൽ മതി. നമ്മളുടെ ഒരു ചെറിയൊരു കാൽവയ്പ് മാത്രമേ ചിലപ്പോൾ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയെല്ലാം നടന്ന് പൊക്കോളും. അപ്പം ഈ വരുമാനം അല്ലെങ്കിൽ ഏണിങ്സ് അത് അത്യാവശ്യമായിട്ടുള്ളതാണ്. ചിലപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഒരു വിലയും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് ഈ പണത്തിൻ്റെ പേരിലായിരിക്കും, എന്തിൻ്റെയൊക്കെ പേരിലാണെന്നുണ്ടെങ്കിലും നമ്മളെ റിയലൈസ് ചെയ്യുക. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നേ, അതാണ് സത്യം. ഞാൻ പറഞ്ഞല്ലോ, പലരാലും കുഴിച്ചു മൂടപ്പെട്ട ജീവിതങ്ങൾ ഒരുപാടുണ്ട്. ഇഷ്ടങ്ങളും പാഷൻസും എല്ലാം കഴിവുകളൊക്കെ അങ്ങനെ ആയി പോയിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. അപ്പം ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ അങ്ങ് പതുക്കെ പൊക്കിയെടുത്തിട്ട് നമ്മളെ റിയലൈസ് ചെയ്ത്, സെൽഫിനെ റിയലൈസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഇഷ്ടപ്രകാരമുള്ള ലൈഫ്, എന്തെങ്കിലും ചെറിയൊരു കാര്യമായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പം അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം ഇപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ പലതും എൻ്റെ ലൈഫിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ എനിക്കത് കുറച്ച് പറയാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, നമ്മൾ മറ്റുള്ള ഒരാളെയും ദ്രോഹിക്കാതെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രപഞ്ച ശക്തിയെ അല്ലെങ്കിൽ ദൈവത്തെ, ഡിവൈൻ ശക്തിയെ എല്ലാവരെയും നമ്മളിലേക്കൊന്ന് അടുപ്പിച്ച് നമ്മൾ അവരോടും അടുത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഒരു മനസ്സിനെ ശാന്തമാക്കി സെൽഫ് റിയലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. എല്ലാവരും 2025 ആകുമ്പോഴത്തേക്കും മെഡിറ്റേഷനൊക്കെ ലൈഫിൻ്റെ പാർട്ടാക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സെൽഫിഷായിട്ടുള്ള മൈൻഡ് കുറേയൊക്കെ മാറി ഈ കുറേ കുറ്റകൃത്യങ്ങളൊക്കെ കുറഞ്ഞേനെ. കാരണം ഇപ്പം കുടുംബത്ത് പോലും പലർക്കും ഒരു ആളോടും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ പലയിടത്തും അങ്ങനെയൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മുന്നോട്ട് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ കുറേ അങ്ങ് കോൺഫിഡൻ്റ് ആകുക, നമുക്ക് നമ്മുടെ ഒരു പവറിനെ തിരിച്ചറിയുക, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു സ്നേഹമോ ഇല്ലാത്തൊരു ലൈഫിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പലരും റീൽസിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുന്നത് ചിലതുണ്ട്. ആ റീൽസിൽ കാണുന്ന ഒന്നുമല്ല ശരിക്കുമുള്ള റിയൽ ലൈഫ്. അതിന് അവരുടെ ലൈഫിന് പുറകിലൊക്കെ ഒരുപാട് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതിന് അപ്പുറമായിട്ട് അവരുടെ ലൈഫിലുണ്ടാവും. ഒരിക്കലും റീൽസ് അല്ല റിയൽ ലൈഫ്, അതെപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് റീൽസ് കാണുമ്പോൾ അതൊന്നും വെച്ച് കമ്പയർ ചെയ്യണ്ട. പിന്നെ പലരും പിന്നെ ഈവിളതിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതിനായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ എന്തായാലും വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഇനി നിങ്ങൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ഈവനിങ് ആൻഡ് മോർണിംഗ് പറ്റിയാൽ 2 നേരവും പറ്റിയാൽ 2 നേരവും ചെയ്യുക. രാവിലെയും വൈകിട്ടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക. അതായത് നടക്കുമ്പം യൂണിവേഴ്സിനോട് പറയുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങൾക്ക് അന്നത്തെ ദിവസം കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തും ആയിക്കൊള്ളട്ടെ, എനിത്തിങ്. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നല്ല മുടി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുടികൾക്ക് നന്ദി, എൻ്റെ സ്കിന്നിന് നന്ദി, അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നമ്മുടെ ബ്ലെസ്സിങ്സ് തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് നമുക്ക് അനുഗ്രഹങ്ങൾ കൂടും. ഓക്കെ, നമ്മൾ അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഓൾവേസ് ട്രൈ ടു സ്മൈൽ. എപ്പോഴും ഒരു സ്മൈൽ നമ്മളുടെ മുഖത്ത് ഇങ്ങനെ വെയർ ചെയ്യാൻ നോക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ഹോർമോൺസ് നമ്മിങ്ങനെ കുറേ ഉൽപ്പാദിപ്പിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് നമുക്കൊന്നും കൂടി എനർജി തരും, നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് വോക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് പറയാനുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക. രാവിലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലെങ്കിലും, മോർണിംഗ് ടൈമിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുമ്പം ചെരുപ്പിടാതെ മണ്ണിലൂടി ആ ഒരു കാല് നമ്മുടെ ഒരു മണ്ണിൽ ടച്ച് ചെയ്ത് അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി നല്ലതാണ്. അങ്ങനെ പോവുക. ആ ഒരു സമയത്ത് എത്ര നെഗറ്റീവ് ചിന്ത വന്നാലും
പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഓരോ വൈബ്രേഷൻസ് അത് നെഗറ്റീവ് ആണെങ്കിൽ അത് യൂണിവേഴ്സ് സ്വീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേണ്ട. എന്ത് പോസിറ്റീവ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച വേദനകൾ, ചിലവരുണ്ട്, ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പം പണ്ട് അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം വീണ്ടും നമ്മൾ വിഷമിക്കാനുള്ള ഓരോ കാരണങ്ങളാണത്. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം കിട്ടുമ്പം ആ വിഷമത്തിൽ നിന്ന് അടുത്ത വിഷമത്തിലേക്ക് ചിന്തകൾ കടന്ന് പോവുകയാണ്. വേണ്ട, ഫസ്റ്റ് ചിന്ത വരുമ്പോൾ അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ പതുക്കെ ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങിലേക്ക് പോവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളുണ്ടാവുമല്ലോ, അതാ ചിന്തിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നാളത്തെ ദിവസം വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണോ ആകാൻ ആഗ്രഹം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹമുണ്ട്, അത് വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൽ കൂടി മാത്രം നടക്കാൻ നോക്കുക. പോസിറ്റീവ് തിങ്കിങ് ആണ് എപ്പോഴും നല്ലത്. നമ്മളെ കൂടെ എത്ര നെഗറ്റീവുള്ള ആൾക്കാരും ആയിക്കോട്ടെ, എൻ്റെ കൂടെ ചുറ്റിനുള്ളത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, നെഗറ്റിവിറ്റി ഒരുപാടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മളെ മാറ്റി ആ ഒരു നെഗറ്റിവിറ്റി കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പിട്ട് നിൽക്കുക അവിടെ നിന്ന്, അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ ലൈഫിൻ്റെ പാർട്ടായി മാറും. നമുക്ക് പിന്നെ ഇതെല്ലാം പറ്റില്ല എന്നാകും, ഒരു മെഡിസിൻ പോലെയാവും. ആ ഒരു മെഡിസിൻ നമ്മൾ ഒരുപാട് ക്യൂർ ചെയ്യും, മെൻ്റലി ക്യൂർ ചെയ്യും, ഫിസിക്കലി ക്യൂർ ചെയ്യും, നമ്മളെ ഹെൽത്തിനെ ഫിറ്റാക്കും, മെൻ്റലി ഫിറ്റാക്കും. നമ്മുടെ ഒരുപാട് കഴിവുകളെ തിരിച്ചറിയും. നമുക്ക് ഏണിങ്സ് വേണം അല്ലേ, നമുക്ക് ധനം ഉണ്ടാവാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഒരുപാട് പോസിറ്റീവ് ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾ ഒരുപാട് പോസിറ്റീവ്. നമുക്കിനി പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. ഇപ്പോൾ പ്രായമൊന്നും അതൊരു തടസ്സമല്ല, നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും എടുത്ത് പഠിക്കാം. അത് വേണം, നമുക്ക് അത് വേണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ചെയ്യണം. കാരണം നിങ്ങൾക്കത് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജാണ്. സോ നിങ്ങൾക്ക് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു യൂസ് ഉണ്ടാവും, അതുകൊണ്ട് അത് ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സ് കാണിച്ചു തരും എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ശീലമാക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വർക്കാണ്. പ്രാക്ടീസ് ചെയ്യുക, രാവിലെ വൈകിട്ട് നടക്കുക, ഏതെങ്കിലും ഒരു നേരമെങ്കിലും നടക്കുക, എൻജോയ് ചെയ്ത് നടക്കുക. ഓക്കെ, രാവിലത്തെ ആ ഒരു എയറൊക്കെ ശ്വസിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ആ ഒരു എയർ, പിന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സമയമല്ലേ. അപ്പം നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നോക്കി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാം. നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് വോക്കിൽ നമുക്ക് അഫർമേഷൻസ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ചെയ്യാം. നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെയാണ് എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. നമ്മുടെ മെൻ്റലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളിങ്ങനെ ആ ഒരു വൈബ്രേഷൻ കടത്തി വിടുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത് അങ്ങനെ ആവും. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വേണ്ട. ഈ ഒരു രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് നിങ്ങൾ ശീലമാക്കുക. ഇന്ന് തുടങ്ങിക്കോ, നാളെ ആക്കണ്ട. നാളെ ഒരു കാര്യങ്ങളും മാറ്റി വെക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.